നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നഗരസഭകളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. കുന്നംകുളത്ത് CPM-ലെ സൗമ്യ അനിലൻ ചെയർപേഴ്സണും PG ജയപ്രകാശ് വൈസ് ചെയർമാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസും BJP-യും സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും RMP വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണായി CPM-ലെ സുനിത അരവിന്ദനെ തിരഞ്ഞെടുത്തു. CPI-ലെ KK ജ്യോതിരാജ് വൈസ് ചെയർമാൻ. UDF മത്സരിച്ചെങ്കിലും BJP വിട്ടുനിന്നു. CPM-ലെ AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാൻ. ബിൻസി സന്തോഷ് വൈസ് ചെയർപേഴ്സൺ. നഗരത്തെ പുതിയ വികസന പാന്താവിലേക്ക് നയിക്കുമെന്ന് പുതിയ സാരഥികൾ. വാർത്തകൾ വിശദമായി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ ചെയർപേഴ്സണായി സൗമ്യ അനിലനും വൈസ് ചെയർമാനായി PG ജയപ്രകാശും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരും CPM പ്രതിനിധികളാണ്. രാവിലെയും ഉച്ചയ്ക്കുമായി കൗൺസിൽ ഹാളിലായിരുന്നു ചെയർമാൻ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ കൗൺസിലിലെ ഉപാധ്യക്ഷയും CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ സൗമ്യ അനിലൻ കുന്നംകുളം നഗരസഭയെ നയിക്കും. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സൗമ്യയ്ക്ക് 18 വോട്ടും UDF-ലെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി മിഷ സെബാസ്റ്റ്യന് 10 വോട്ടും BJP-യിലെ ഗീതാ ശശിക്ക് 7 വോട്ടും ലഭിച്ചു. 4 അംഗങ്ങളുള്ള RMP യോഗത്തിനെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. CPM-ലെ സൗമ്യ അനിലിനെ കൌൺസിലിലെ മുതിർന്ന അംഗം പുഷ്പ ജോൺ നാമനിർദ്ദേശം ചെയ്തു. OG ബാജി പിന്താങ്ങി. UDF-ലെ മിഷ സെബാസ്റ്റ്യനെ ലബീബ് ഹസൻ നാമനിർദ്ദേശം ചെയ്യുകയും സോണി ഷാജി പിന്താങ്ങുകയും ചെയ്തപ്പോൾ BJP-യിലെ ഗീതാ ശശിയെ രേഷ്മ സുനിൽ നാമനിർദ്ദേശം ചെയ്തു. അദിൻ മൂത്താട്ട പിന്താങ്ങി. കുന്നംകുളം നഗരസഭ 4-ാം വാർഡ് കിഴൂർ നോർത്തിൽ നിന്ന് 284 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സൗമ്യ ഇക്കുറി വിജയിച്ചത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായിരുന്നു വോട്ടിംഗ് നിലയിൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. 18 വോട്ടുകൾ PG ജയപ്രകാശിന് ലഭിച്ചു. T സോമശേഖരനാണ് PG ജയപ്രകാശിന്റെ പേര് നിർദ്ദേശിച്ചത്. ഷനോഫ് പിന്താങ്ങി. കോൺഗ്രസിലെ റോഷിദ് ഒഡാട്ടിന് 10 വോട്ട് ലഭിച്ചു. ഷാജി ആലിക്കൽ പേര് നിർദ്ദേശിച്ചു. മിനി മോൺസി പിന്താങ്ങി. BJP-യിലെ ആവേൻ ശ്രീജിത്തിന് 7 വോട്ടുകളാണ് ലഭിച്ചത്. ഷജീഷ് കില്ലപ്പൻ നിർദ്ദേശിക്കുകയും അനൂപ് ചീരംകുളം പിന്താങ്ങുകയും ചെയ്തു. CPM-ന്റെയും പോഷക സംഘടനകളുടെയും നഗരസഭാ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഹാരമണിയിച്ചും പൂച്ചെണ്ട് നൽകിയും പുതിയ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും അനുമോദിച്ചു. MLA AC മൊയ്തീൻ, നേതാക്കളായ M ബാലാജി, TK വാസു, K കൊച്ചനിയൻ, മറ്റ് CPIM നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിൽ കൌൺസിൽ അംഗങ്ങൾ പുതിയ സാരഥികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുന്നംകുളത്തിന്റെ വികസനത്തിന്റെ തുടർച്ചയ്ക്കായി നഗരസഭ ദിശാബോധമാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുമെന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാനും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുന്നംകുളത്തെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നില്ല, ഇതൊരു തുടർച്ചയാണ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടായ പരിശ്രമത്തോടെ ഒട്ടേറെ വികസനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അതിനുവേണ്ടി എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കൗൺസിലർമാരും, അതേപോലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും, അതോടൊപ്പം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സംഘടനയുണ്ട്, എല്ലാവരോടും, എല്ലാ സുഹൃത്തുക്കളോടുമുള്ള വലിയൊരു സ്നേഹവും നന്ദിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പുതിയ ഭരണസമിതിയുടെ ചെയർപേഴ്സണായി ഇന്ന് കാലത്ത് സൗമ്യ അനിലിനെയും ഉച്ചയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ എന്നെയും നഗരസഭ വൈസ് ചെയർമാനായി എന്നെയും തെരഞ്ഞെടുക്കുകയാണ്. കുന്നംകുളത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ പല വികസന പ്രവർത്തനങ്ങൾക്കും പാത വെട്ടി തുറന്നുകൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുന്നംകുളത്ത് ഈ പ്രധാനപ്പെട്ട വളരെ വലിയ വലിയ പ്രോജക്റ്റുകൾ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ നഗരസഭ ഓരോ പദ്ധതികളും എടുത്തുകൊണ്ട് ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പഠിച്ചുകൊണ്ട് അത് നടപ്പിലാക്കി തീർക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ജനങ്ങളോട് പറയുകയാണ്. വരണാധികാരിയായ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര രാമാനുജൻ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണായി CPM-ലെ സുനിത അരവിന്ദനെ തിരഞ്ഞെടുത്തു. രാവിലെ 10-ന് നഗരസഭാ കൗൺസിൽ ഹാളിൽ ഓപ്പൺ ബാലറ്റിലൂടെയായിരുന്നു തിരഞ്ഞെടുപ്പ്. CPI-ലെ KK ജ്യോതിരാജാണ് പേര് നിർദ്ദേശിച്ചത്.
CPMലെ ബിന്ദു അജിത് കുമാർ പിന്താങ്ങി. കോൺഗ്രസിലെ ബിന്ദു നാരായണനായിരുന്നു UDF സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ ബഷീർ പൂക്കോടാണ് നിർദ്ദേശിച്ചത്. മുസ്ലിം ലീഗിലെ റഷീദ് കുന്നിക്കൽ പിന്താങ്ങി. സുനിത അരവിന്ദന് 27 വോട്ടും ബിന്ദു നാരായണന് 17 വോട്ടും ലഭിച്ചു. കൂടുതൽ വോട്ട് നേടിയ സുനിത അരവിന്ദനെ ചെയർപേഴ്സണായി വരണാധികാരി N. വിജയകുമാർ പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 2 BJP കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്വതന്ത്രയായി വിജയിച്ച ലിസി ബൈജു LDF സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. 40-ാം വാർഡായ കാരയൂരിനെയാണ് സുനിത പ്രതിനിധാനം ചെയ്യുന്നത്. 2015-ൽ ഇതേ വാർഡിൽ നിന്ന് കൗൺസിലറായിരുന്നു. CPM പൂക്കോട് ലോക്കൽ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ M. കൃഷ്ണദാസ്, TT ശിവദാസൻ, VS രേവതി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ബൊക്കെയും പൊന്നാടയും നൽകി ആശംസയറിയിച്ചു. AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാൻ. നഗരസഭയിലെ 16-ാം വാർഡംഗം AH അക്ബറിനെ മുൻ ചെയർപേഴ്സണായിരുന്ന ഷീജ പ്രശാന്ത് നിർദ്ദേശിക്കുകയും സഫൂറ ബക്കർ പിന്താങ്ങുകയും ചെയ്തു. UDFൽ നിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് 32-ാം വാർഡംഗം CA ഗോപപ്രതാപനെ ജോയ്സി ടീച്ചർ നിർദ്ദേശിക്കുകയും മുഹമ്മദ് ആസിഫ് പിന്താങ്ങുകയും ചെയ്തു. 21 വോട്ട് AH അക്ബറിനും 12 വോട്ട് CA ഗോപപ്രതാപനും ലഭിച്ചു. തുടർന്ന് AH അക്ബർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ അക്ബറിനെ ഹാരമണിയിച്ച് അഭിനന്ദിച്ചു. NK അക്ബർ MLA, മുൻ MLA PT കുഞ്ഞുമുഹമ്മദ്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, സതീരത്നം ടീച്ചർ, CA ഗോപപ്രതാപൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, ഫിറോസ് തൈപ്പറമ്പിൽ, K. നവാസ്, ഷാഹുൽ ഹമീദ്, ഷീജ പ്രശാന്ത്, PK സൈതാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വരണാധികാരി ഷീബ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. കുന്നംകുളത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൽ കടുത്ത ഭിന്നത. 4 തവണ വിജയിച്ച ഷാജി ആലിക്കലിനും 2 തവണ വിജയിച്ച ലബീബ് ഹസനും വേണ്ടിയാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നത രൂപപ്പെട്ടിട്ടുള്ളത്. പാർട്ടി നേതൃത്വത്തിലുള്ള ഉന്നതന്റെ പിന്തുണയോടെയാണ് ലബീബ് ഹസനെ പാർട്ടി ലീഡറായി അവരോധിക്കാൻ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. 3 പേരുടെ പിന്തുണ മാത്രമാണ് ലബീബ് ഹസൻ ഉള്ളതെന്നാണ് പറയുന്നത്. ലബീബിനെ കൂടാതെ മിഷ സെബാസ്റ്റ്യൻ, സോണി ഷാജി എന്നിവരാണ് ലബീബിന് പിന്തുണയുമായി ഒപ്പമുള്ളത്. എന്നാൽ വിമതയായി മത്സരിച്ചതിന് കോൺഗ്രസ് പുറത്താക്കിയ KP മിനി ഉൾപ്പെടെ 7 പേരുടെ പിന്തുണ ഷാജിക്കുള്ളതായും പറയുന്നു. അംഗങ്ങൾക്കിടയിൽ കൂടുതൽ പിന്തുണയുള്ള ഷാജിയെ വെട്ടി ലബീബിനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കുന്നതിനുള്ള കരുനീക്കങ്ങൾ KPCC ഭാരവാഹിയുടെ ആശീർവാദത്തോടെ നടക്കുന്നതായാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്. KPCC സെക്രട്ടറിയുടെ പിന്തുണയോടെ ലബീബിനെ പാർലമെന്ററി പാർട്ടി ലീഡറായി അവരോധിച്ചാൽ വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കാനിരിക്കുന്നത്. പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലുള്ളവരുമായുള്ള സൗഹൃദം ലബീബിന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ. എന്നാൽ കുന്നംകുളത്തെ പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയും തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഷാജി ആലിക്കലിനാണ്. പാർട്ടിക്കുള്ളിലെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാതെ ഏതാനും ചില നേതാക്കളുടെ താൽപര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം. തെക്കഞ്ചേരിയുടെ AH ഇനി ചാവക്കാടിന്റെ നഗരപിതാവ്. പോരാട്ട വീര്യത്തിന്റെ അടയാളമായ AH അക്ബർ മരണത്തെ തോൽപ്പിച്ച വീറുറ്റ പോരാളിയാണ്. യുവജന പ്രസ്ഥാനത്തിലൂടെ CPMന്റെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ചുവടുവെച്ച ചാവക്കാട് തെക്കഞ്ചേരി അറക്കൽ വീട്ടിൽ അക്ബർ എന്ന AH അക്ബർ DYFI യൂണിറ്റ് സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ച ശേഷം പിന്നീട് പാർട്ടി CPM തെക്കഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറിയും ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി. നിലവിൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമാണ്. രാജ്യത്ത് ആദ്യമായി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നയാൾ കൊല്ലപ്പെട്ടത് ചാവക്കാടായിരുന്നു. അന്നത്തെ കുപ്രസിദ്ധ സംഭവത്തിൽ കൊല്ലപ്പെട്ട KP വത്സലിനൊപ്പം ഗുരുതരമായി പരിക്കേറ്റ് AH മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് പൊതുരംഗത്തേക്ക് ഉറച്ച കാൽവെപ്പോടെ വീണ്ടും രംഗപ്രവേശം ചെയ്തത്. മരണത്തിന്റെ അഗാധഗർത്തത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന അക്ബർ പിന്നീട് ചാവക്കാട്ടെ പാർട്ടിയെ നയിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഉജ്ജ്വല വിജയം സ്വന്തമാക്കുകയും ചെയ്തതോടെയാണ് ഇക്കുറി സംവരണമില്ലാതിരുന്ന ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധിതനാകുന്നത്. സാധാരണ കുടുംബത്തിൽ നിന്ന് പാർട്ടിയിലെത്തിയ അദ്ദേഹത്തിന് എല്ലാത്തരം ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനപ്രിയ മുഖമാകാൻ സാധിച്ചതിന്റെ പരിണതി കൂടിയാണ് നഗരസഭാ അധ്യക്ഷ പദവി.
2005-ലും 2015-ലും തന്റെ വാർഡിൽ നിന്ന് കൌൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് 3-ാം തവണത്തെ മത്സര വിജയം നഗരത്തിന്റെ ഭരണസാരഥി എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധേയമാവുകയാണ്. കേരള ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി ഷംലയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ആകാശ്, ആസാദ് എന്നിവർ മക്കളാണ്. പോരാട്ടവീര്യത്തിന്റെ അടയാളമായ ഏജ് നഗരസാരഥ്യമേറ്റ് മുന്നോട്ടു പോകുമ്പോൾ പാർട്ടിക്കും പ്രവർത്തകർക്കും പിന്തുണയ്ക്കുന്നവരായ എല്ലാവർക്കും പ്രതീക്ഷകളും ഏറെയാണ്. ബിന്ദു ധർമ്മൻ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാകും. CPM ഏരിയ കമ്മിറ്റിയാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ബിന്ദു വില്ലന്നൂർ വാർഡിൽ നിന്നും തുടർച്ചയായി 2-ാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ ബിന്ദുവിന്റെ വിജയം. 259 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വില്ലന്നൂരിലെ വോട്ടർമാർ ബിന്ദു ധർമ്മന് നൽകിയത്. CPMന്റെ കരുത്തുറ്റ കോട്ടയായ കടവല്ലൂരിൽ ഇത് തുടർച്ചയായി 6-ാം തവണയാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തുന്നത്. ചാവക്കാട് മണത്തല 18-ാം വാർഡിൽ വീടിന് തീപിടിച്ചു. മണത്തല ശ്രീചിത്ര ആശുപത്രിക്ക് അടുത്തുള്ള പൊന്നുപറമ്പിൽ ഷീജയുടെ വീടാണ് കത്തിനശിച്ചത്. ആളപായമില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. വിറകടുപ്പിൽ നിന്ന് തീ ആളിപ്പടരുന്നത് കണ്ട് ഗൃഹനാഥ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കട്ടിള, ഫ്രിഡ്ജ്, അലമാര, കട്ടിൽ, കിടക്ക, മോട്ടോർ, ഫാൻ, മിക്സി തുടങ്ങിയ ഗാർഹികോപകരണങ്ങളും രേഖകളും കത്തിനശിച്ചു. വാർഡ് കൗൺസിലർ PI വിശ്വംഭരൻ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. തിരുവത്ര കുമാർ UP സ്കൂളിലെ ജീവനക്കാരിയാണ് ഷീജ. വിവരമറിഞ്ഞ് സ്കൂൾ അധികൃതർ സ്ഥലത്തെത്തി. ഗുരുവായൂർ കോട്ടപ്പടി കാളികുളം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 17 ലക്ഷം രൂപ ചെലവിട്ട് ഊട്ടുപുര നിർമ്മിച്ച് സമർപ്പിച്ചു. ശിവഗിരി മഠം ട്രസ്റ്റ് അംഗം ശ്രീമദ് പ്രബോധ തീർത്ഥ സ്വാമികൾ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് VA ഗോപി അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണ ഗ്രൂപ്പ് ചെയർമാൻ PS പ്രേമാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ നീതു പ്രബിൻ, സത്യൻ കോട്ടപ്പടി, PK മോഹനൻ, സതീഷ് പറത്തിൽ, സതീഷ് തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം നൽകിയ 1,20,20,000 രൂപയും ഭക്തജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണവും ഉപയോഗിച്ചാണ് ഊട്ടുപുര നിർമ്മിച്ചത്. മണ്ഡലകാല സമാപന ദിവസമായ നാളെ ഗുരുവായൂരപ്പന് കളഭാട്ടം നടക്കും. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും കളഭാട്ടം നടക്കുന്നത് വർഷത്തിൽ മണ്ഡലകാല സമാപന ദിവസം മാത്രമാണ്. മണ്ഡലകാലത്ത് 40 ദിവസം പഞ്ചഗവ്യാഭിഷേകവും 41-ാം ദിവസം കളഭാഭിഷേകവുമാണ്. ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്ത്രി ഗുരുവായൂരപ്പന് വിശേഷാൽ കളഭം അഭിഷേകം ചെയ്യും. കോഴിക്കോട് സാമൂദ്രിയുടെ വക വഴിപാടായാണ് വിശേഷാൽ കളഭാഭിഷേകം. ചന്ദനം, കശ്മീർ കുങ്കുമം, പനിനീർ തുടങ്ങിയവ പ്രത്യേക അളവിൽ ചേർത്ത് സുഗന്ധപൂരിതമായ കളഭക്കൂട്ട് തയ്യാറാക്കുന്നത് കീഴ്ശാന്തിമാരാണ്. പന്തീരടി പൂജ കഴിഞ്ഞ് കളഭപൂജ ചെയ്ത ശേഷമാകും കളഭക്കൂട്ട് ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുക. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഞായറാഴ്ച നിർമാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. കളഭാട്ട ദിവസം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വഴിപാടായി വിളക്കാഘോഷം നടക്കും. രാവിലെ 10-ന് പഞ്ചമദ്ദളക്കേളി, ഉച്ചകഴിഞ്ഞ് 3:30-ന് പഞ്ചവാദ്യത്തോടെ കാഴ്ചശീവേലി, രാത്രി ചുറ്റുവിളക്ക്, ഇടയ്ക്ക, നാഗസ്വരമേളം, പഞ്ചാരിമേളം എന്നിവയും ഉണ്ടാകും. നെല്ലുവായ് ശ്രീധനന്തുരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ സീരിയൽ താരം ദേവി ചന്ദനയും സംഘവും അവതരിപ്പിച്ച ദേവനന്ദനം നൃത്തവിരുന്ന് അരങ്ങേറി. കാലത്ത് 8 മണി മുതൽ നൃത്തോത്സവം, തുടർന്ന് വൈകിട്ട് 5:30 മുതൽ എറണാകുളം പൂർണ്ണശ്രീ നൃത്തക്ഷേത്രയുടെ നേതൃത്വത്തിൽ നൃത്താർച്ചനയും നടന്നു. രാത്രി 7 മണിക്കാണ് ദേവനന്ദനം അരങ്ങേറിയത്. ഭരത് PJ ആന്റണി ദേശീയ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി സുനിൽ ചൂണ്ടൽ സംവിധാനം ചെയ്ത പടം. കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിലാണ് സുനിൽ ചൂണ്ടൽ സംവിധാനം ചെയ്ത പടം അഥവാ ദി പോർട്രേറ്റ് എന്ന പേരിലുള്ള ഹ്രസ്വചിത്രം 7 അവാർഡുകൾ കരസ്ഥമാക്കിയത്.
കലാരംഗത്ത് പതിറ്റാണ്ടുകളുടെ തഴക്കവും വഴക്കവുമുള്ള സുനിൽ ചൂണ്ടൽ സംഗീതം, ചിത്രകല, നാടകം എന്നിങ്ങനെ കൈവയ്ക്കാത്ത മേഖലകൾ വിരളമാണ്. കലാപ്രവർത്തനങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് എക്കാലത്തും കാത്തുസൂക്ഷിക്കുന്ന സുനിൽ ഹ്രസ്വചിത്രരംഗത്തേക്കുള്ള തന്റെ വരവറിയിച്ചത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ പടം എന്ന ഹ്രസ്വചിത്രത്തിലൂടെയായിരുന്നു. കുട്ടികളുടെ വിഭാഗത്തിലുള്ള മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച കഥ, ക്യാമറ, മികച്ച ചിത്ര സംയോജനം, പശ്ചാത്തല സംഗീതം, മികച്ച ബാലതാരം എന്നിങ്ങനെ 7 അവാർഡുകളാണ് തന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധാനത്തിലൂടെ സുനിൽ നേടിയെടുത്തത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തന്റെ പ്രഥമ സംവിധാന സംരംഭം സുനിലും സംഘവും സാക്ഷാത്കരിച്ചത്. അമേച്ചർ നാടക മേഖലയിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ടിട്ടുള്ള സുനിൽ ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറുന്നത് കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. സർവ്വമേഖലകളും സ്തംഭിച്ചു നിന്ന കാലഘട്ടത്തിൽ തന്റെ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടിയാണ് സുനിൽ ഹ്രസ്വചിത്രം ഒരുക്കാനിറങ്ങിയത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച കണ്ണൻ തുരുത്ത്, പശ്ചാത്തല സംഗീതമൊരുക്കിയ ശ്രീനു പെരുമ്പിലാവ് എന്നിവർ നൽകിയ വലിയ പിന്തുണ ഈ ചിത്രം ഒരുക്കുന്നതിൽ നിർണായകമായിരുന്നു. ചിത്രവുമായി സഹകരിച്ച ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം സിനിമ എന്ന നിലയിൽ പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ് 7 അവാർഡുകൾ എന്ന നേട്ടത്തിലേക്ക് നയിച്ചത്. 3 പതിറ്റാണ്ട് പിന്നിട്ട നാടക ജീവിതത്തിന് പെട്ടെന്ന് തിരശ്ശീല വീണതോടെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ഹ്രസ്വചിത്രം ഒരുക്കുന്നതിന് നിമിത്തമായത് ക്യാമറാമാനായ കണ്ണൻ തുരുത്തായിരുന്നുവെന്ന് സുനിൽ വ്യക്തമാക്കി. ഈ സിനിമ ഞങ്ങൾ തുടങ്ങുന്നത് കൊറോണ സമയത്താണ്. ഞാൻ അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടില്ല. പരിപൂർണമായിട്ട് ഏകദേശം 10-30 വർഷമായിട്ട് അമേച്ചർ നാടകത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ നാടക പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്നൊരു കാര്യമാണ് ഈ കൊറോണ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോഴുള്ള വിമിഷ്ടത്തിൽ നിന്നാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനും കണ്ണൻ തന്നെയാണ് കാരണം കയ്യിലൊരു ക്യാമറ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എങ്ങനെയെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം എന്നുള്ളൊരു കാര്യം കണ്ണൻ വെച്ചപ്പോഴാണ് സിനിമ പ്രവർത്തനം തുടങ്ങിയത്. ഈ സിനിമയല്ലാതെ മറ്റൊരു സിനിമയ്ക്കും ഞങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനും ക്യാമറ ചെയ്തത് കണ്ണൻ തന്നെയാണ്. അതൊക്കെ ചെയ്തത് ഈ കൊറോണ സമയത്താണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. കയ്യിലൊരു ക്യാമറയുണ്ട്, നമുക്ക് ചെയ്യാം, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം എന്നുള്ള കാര്യം കണ്ണൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. ചിത്രത്തിന് ആവശ്യമായ വിഷ്വൽ തീരുമാനിച്ച സമയത്ത് എടുക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. കോവിഡ് കാലമായതിനാൽ ഷൂട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് മാസങ്ങളും വർഷങ്ങളുമൊക്കെ കാത്തിരുന്നതാണ് സിനിമയ്ക്കുള്ള വിഷ്വലുകൾ ശേഖരിച്ചത്. അങ്ങനെ വളരെയധികം റിസ്ക് എടുത്താണ് കണ്ണൻ ആ സിനിമ ഷൂട്ട് ചെയ്തതെന്നും സുനിൽ കൂട്ടിച്ചേർത്തു. മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ട മാസ്റ്റർ ആദിദേവിന്റെ പ്രകടനവും ഈ ചെറു സിനിമയുടെ പുരസ്കാര നേട്ടത്തിൽ നിർണായകമായി. CCTVയുടെ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ്, സിൽവർ ജൂബിലി ആഘോഷം തുടങ്ങിയ ചടങ്ങുകളിൽ കലാസംവിധായകൻ എന്ന നിലയിൽ സഹകരിക്കാറുള്ള സുനിൽ ചൂണ്ടൽ CCTV സംപ്രേഷണം ചെയ്തിരുന്ന ബ്ലൂം മ്യൂസിക്കൽ ഷോയുടെ ഡയറക്ടറുമായിരുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് നേടിയ ചിത്രങ്ങളുടെ പ്രദർശനവും പുരസ്കാര വിതരണവും നടക്കും. സുനിൽ ചൂണ്ടൽ, ശ്രീനു പെരുമ്പിലാവ്, കണ്ണൻ തുരുത്ത് എന്നിവർക്കുള്ള ഈ പുരസ്കാരം മുന്നോട്ടുള്ള പ്രയാണത്തിൽ തങ്ങളുടെ കലാജീവിതത്തിന് കൂടുതൽ കരുത്തു പകരുമെന്നതിൽ തർക്കമില്ല. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ക്ലബ് അംഗം ഷീന റാഫേലിനെ ആദരിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും ക്രിസ്മസ് ആഘോഷങ്ങളും നടന്നു. വെസ്റ്റ് ഗേറ്റ് ക്ലബ് ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. KSFE പഴഞ്ഞി ശാഖയുടെ ഉപഭോക്തൃ സംഗമം കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കൊളത്തേരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മേഖലാ മാനേജർ പ്രസന്ന അധ്യക്ഷയായി. ചൊവ്വനൂർ ബ്ലോക്ക് മെമ്പർ സന്ധ്യ സജിത്, പുന്നയൂർകുളം പഞ്ചായത്ത് മെമ്പർ ഹസൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ശാഖാ മാനേജർ കലാദേവി സ്വാഗതവും കല്യാണി പീതാംബരൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന ഫോക്ലോർ അവാർഡ് ലഭിച്ച ഉടുക്കുപാട്ട് കലാകാരൻ പോർക്കുളം നോങ്ങല്ലൂർ മൂർത്താട്ടിൽ വാസുണ്ണി ഗുരുസ്വാമിയെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. 60 വർഷത്തിലധികമായി അയ്യപ്പൻ വിളക്ക്, ഉടുക്കുപാട്ട്, ശാസ്താംപാട്ട് എന്നീ അനുഷ്ഠാന കലാരംഗത്ത് സജീവ സാന്നിധ്യമായ വാസുണ്ണി ഗുരുസ്വാമിയെ ആരതിയൊഴിഞ്ഞും തിലകം ചാർത്തിയുമാണ് ഉപഹാരം നൽകി സേവാഭാരതി ആദരിച്ചത്. സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് ശശികുമാർ, കൺവീനർമാരായ C മഹേഷ്, MA സുദേശ്, K ഷിബിൻ, സുധാ ഹർഷൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. മണ്ണിനെ ആദരിക്കുന്ന കാർഷിക സംസ്കാരം മനുഷ്യജീവിതത്തിന് ആരോഗ്യവും ഹർഷവും സാധ്യമാക്കുമെന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അഗതിയൂർ കലശമല ആര്യലോക് ആശ്രമത്തിൽ ആര്യനാമികയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച
ജൈവകൃഷിയും ജീവഹർഷവും എന്ന കാർഷിക പ്രബോധന കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തപസ്സിലൂടെ നേടിയ അറിവുകൾ സമൂഹത്തിന് സമർപ്പിക്കുന്ന ആര്യമഹർഷിയുടെ കാർഷിക ദർശനം കാലത്തിൻ്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ പ്രസക്തമാണെന്നും മണ്ണിൻ്റെ സ്വാഭാവിക ഘടന തകർന്നതോടെ രാസവളങ്ങളെ ആശ്രയിക്കുകയാണെന്നും അത് ജനജീവിതത്തിനും പരിസ്ഥിതിക്കും ദോഷകരമാണെന്നും അതിന് പരിഹാരമായി ജൈവകൃഷിയിലൂടെ തിരിച്ചുവരവാണ് ആര്യജീവാനിയ ലക്ഷ്യമിടുന്നതെന്നും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർ ഇത്തരം ചിന്തകൾ ഏറ്റെടുക്കണമെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു. സെമിനാറിന് ശേഷം കാലാപ്പത്തി, രക്തശാലി തുടങ്ങിയ ജൈവ നെൽകൃഷി ഇനങ്ങൾ കാണുന്നതിനായി പങ്കെടുത്തവർ കാഞ്ഞിരപ്പാടം വയലിലെത്തി. നാടൻ പശുക്കളുടെ ഗോമയം, ഗോമൂത്രം, ഇളനീരുകൾ, മത്സ്യകഷായം എന്നിവ അധിഷ്ഠിതമായ ആര്യജീവാനീയ മാർഗങ്ങൾ മണ്ണിനെ പുനർജീവിപ്പിക്കുന്നതാണെന്ന് ആര്യമഹർഷി വിശദീകരിച്ചു. കൃഷി, പ്രകൃതി, മനുഷ്യബന്ധങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്ന ആശയങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരം ഗ്രാമത്തിനാകമാനമുള്ള ബഹുമതിയാണെന്ന് ആര്യമഹർഷി പറഞ്ഞു. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പരിപാടി കാർഷിക ചിന്തകളുടെയും മാനവിക മൂല്യങ്ങളുടെയും സംഗമമായി. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ തുഷാര, സ്വാമി ദിവ്യാനന്ദ, പ്രഭാകരൻ പുഴങ്കര, മോഹനൻ പള്ളിക്കര, പ്രകാശൻ, വർഗീസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴടം കാവീട് കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര സേവാ സമിതിയുടെയും കാവീട് ഗോശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗോപൂജ നടത്തി. ഗോശാല കൃഷ്ണക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയോടും വാദ്യഘോഷത്തോടും നാമജപത്തോടും കൂടി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് ഗോശാലയിലെത്തി. അനൂപ് ശർമ്മയുടെ കാർമ്മികത്വത്തിൽ കൈപ്പറമ്പ് രാധേശ്യാം മന്ദിർ സ്വാമികളുടെ ഭജനയോടെ ഗോപൂജ നടന്നു. സമിതി പ്രസിഡന്റ് ഹേമ ടീച്ചർ, സെക്രട്ടറി ഡോക്ടർ സുരേഷ് നായർ, ട്രഷറർ കരുണാകര പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. എരുമപ്പെട്ടി ഒഡിയ ഫുൾ ഗോസ്പൽ ദേവാലയത്തിൽ ക്രിസ്മസ് വിരുന്ന് നടത്തി. പാസ്റ്റർ രാഹുൽ കുമാറിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ക്രിസ്മസ് സന്ദേശം, ഡാൻസ്, പാട്ട്, സ്നേഹവിരുന്ന് തുടങ്ങിയ ആഘോഷങ്ങൾ നടത്തി. പാസ്റ്റർ രാഹുൽ കുമാർ സന്ദേശം നൽകി. നിരവധി പേർ പങ്കെടുത്തു. ക്രിസ്മസ് മനുഷ്യകുലത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ത്യാഗത്തിന്റെയും പങ്കിടലിന്റെയുമാണെന്നും അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ പിറവി ത്യാഗസ്മരണയുടെ പിറവിയാണെന്നും ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത പറഞ്ഞു. കലശമല ആര്യലോകാശ്രമത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് മതസൗഹാർദ്ദ ആഘോഷ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആര്യമഹർഷി അധ്യക്ഷത വഹിച്ചു. സ്വാമി ദിവ്യാനന്ദ സരസ്വതി, ജോസഫ് ചാലിശ്ശേരി, കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ, ആര്യനാമിക എന്നിവർ സംസാരിച്ചു. രാഷ്ട്രപതി സ്വർണ്ണ മെഡൽ നേടിയ സെൻട്രൽ പോലീസ് ഓഫീസർ സഞ്ജയ്, CA ജേതാവ് കൃഷ്ണ എന്നിവരെ ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. കക്കാട് സെന്റ് ഗ്രിഗോറിയോസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ഗാന സംഘത്തിന്റെ ഗാനവിരുന്നുമുണ്ടായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്മസ് കിറ്റുകൾ നൽകി. ആദ്യ കിറ്റ് വിതരണം വികാരി ഫാദർ ബിജു മൂങ്ങാംകുന്നേൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CM സജീവന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി എഡ്വി പുലിക്കോട്ടിൽ, ട്രഷറർ CK ചെറിയാൻ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് കിറ്റുകൾ വീടുകളിലെത്തിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി 20 പേർക്കായി 4 ലക്ഷം രൂപയുടെ ക്രിസ്മസ് കിറ്റുകളാണ് വിതരണം നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,805 രൂപ, പവന് 1,02,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം. കുന്നംകുളം 500 റോഡിൽ റിട്ടയർഡ് അധ്യാപകൻ പരേതനായ ചെറുവത്തൂർ ചേറു ഭാര്യ മേരി നിര്യാതയായി. 83 വയസ്സായിരുന്നു. ചൊവ്വന്നൂർ മാർത്തോമ സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. എൽദോ മകനാണ്. പുന്നയൂർകുളം കൊച്ചനൂർ അതിർത്തി പഴൂർ കരുവാൻ വീട്ടിൽ നാരായണൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയം വൈദ്യുത ശ്മശാനത്തിൽ നടത്തി. ദേവകി ഭാര്യയും പ്രമോദ്, പ്രസാദ്, പ്രശാന്ത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നഗരസഭകളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. കുന്നംകുളത്ത് CPM-ലെ സൗമ്യ അനിലൻ ചെയർപേഴ്സണും PG ജയപ്രകാശ് വൈസ് ചെയർമാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസും BJP-യും സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും RMP വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണായി CPM-ലെ സുനിത അരവിന്ദനെ തിരഞ്ഞെടുത്തു. CPI-ലെ KK ജ്യോതിരാജ് വൈസ് ചെയർമാൻ. UDF മത്സരിച്ചെങ്കിലും BJP വിട്ടുനിന്നു. CPM-ലെ AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാൻ. ബിൻസി സന്തോഷ് വൈസ് ചെയർപേഴ്സൺ. നഗരത്തെ പുതിയ വികസന പാന്താവിലേക്ക് നയിക്കുമെന്ന് പുതിയ സാരഥികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.